ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ടോക്കൺസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കീവേഡ് കഴിഞ്ഞു, ഐഡൻറ്റിഫയർ കഴിഞ്ഞു, അടുത്ത് എന്താണ് ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്താണ് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇൻ സി പ്രോഗ്രാം ഓപ്പറേറ്റേഴ്സ് ആർ സ്പെഷ്യൽ സിമ്പിൾസ് ദാറ്റ് പെർഫോം സ്പെസിഫിക് ഓപ്പറേഷൻസ്. അതായത് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റേഴ്സ് ആർ സ്പെഷ്യൽ സിമ്പിൾസ്, അതായത് സ്പെസിഫിക് ഓപ്പറേഷൻ ചെയ്യണ കുറേ സിമ്പിൾസ് ഉണ്ട്. അതായത് നമ്മുടെ സി പ്രോഗ്രാമിൽ അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അർത്തമെറ്റിക് ഓപ്പറേറ്റർ ഉണ്ട്, റിലേഷണൽ ഓപ്പറേറ്റർ ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, പിന്നെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മളെല്ലാം ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യും. കാരണം നമുക്ക് ഈ വീഡിയോയുടെ ലെങ്ത്ത് ഭയങ്കരമായിട്ടും കൂടാണ്ടിരിക്കാനാണ്, പിന്നെ നന്നായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. അതായത് ഇത് ഓരോന്നും നന്നായിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിതെല്ലാം ഓരോരോ വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഡിസ്കസ് ചെയ്യാനും പറ്റും. പിന്നെന്താണ്, നമുക്ക് ഈ വീഡിയോയുടെ ലെങ്ത്ത് ഇത്തിരി കുറക്കാനും പറ്റും. അതിനുവേണ്ടിയാണ് ഞാൻ അത് അടുത്ത വീഡിയോ പറയാമെന്ന് പറഞ്ഞു. ഇത് ഒന്ന് നോക്കി വെച്ചു. അതായത് പ്ലസ് പ്ലസ് മൈനസ് മൈനസ് ഇത് ഈ വീഡിയോയിൽ ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞൊരു 10 ആണെന്ന് വിചാരിച്ചു. നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുത്തു. അതായത് A = 10 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു. ഓക്കെ, എ എന്ന് പറഞ്ഞൊരു 10 ആണ്. നമ്മളെന്താണ് A++ എന്ന് കൊടുത്തു. A++, അല്ലെങ്കിൽ വേണ്ട പ്രിൻ്റ് എഫ്. അതായത് പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് നമുക്ക് കോഡിങ്, അതായത് നമ്മൾ സി പ്രോഗ്രാം തുടങ്ങാൻ നേരത്തെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞാൽ മതി. പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ടിൽ വരും. എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട്, നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് അത് ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കും. A++. ഇപ്പോൾ എന്താണ് A++ എന്ന് പറഞ്ഞാൽ ആദ്യം A പ്രിൻ്റ് ചെയ്യും. അതായത് A എന്താണ് 10 പ്രിൻ്റ് ചെയ്തിട്ട് എന്താണ് ഇൻക്രിമെൻ്റ് ആവും. ++ ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ എന്താ 10 എന്ന് പറഞ്ഞത് ഇവിടെ 11 ആയി. പക്ഷെ നമുക്ക് ഔട്ട്പുട്ടിൽ എന്തായിരിക്കും കാണിക്കണത്, ഔട്ട്പുട്ടിൽ 10 ആയിരിക്കും കാണിക്കുന്നത്. കാരണം എന്താണ് ഔട്ട്പുട്ടിൽ 10 ആയിരിക്കും കാണിക്കുന്നത്. കാരണം എന്താണ് A എഴുതിയിട്ടാണ് ഇൻക്രിമെൻ്റ് ആവുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരാഴ്ച കൂടി പ്രിൻ്റ് എഫ് കൊടുക്കണമെങ്കിൽ, പ്രിൻ്റ് എഫ് A എന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ എന്ത് വരും, പ്രിൻ്റ് എഫ് നമ്മൾ ഒരു പ്രാവശ്യം കൂടി A പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞേ. ഇപ്പോൾ എന്താണ് അതിൻ്റെ വാല്യൂ 11 ആണ്. അപ്പോൾ എന്താണ് ഔട്ട്പുട്ടിൽ എന്താ 11 പ്രിൻ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് ഇനി പ്രിൻ്റ് എഫ് എന്താണ് പ്രിൻ്റ് എഫ് ++ എന്ന് എഴുതാം. ++A. അപ്പോൾ എന്തായിരിക്കും ++ എന്ന് പറയുമ്പോൾ ആദ്യം ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് പിന്നെ A പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ 11 ആണ് A എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ എത്രയായി 12 ആയി. A എന്ന് പറഞ്ഞത് 12 ആയി. അപ്പോൾ എന്താണ് A പ്രിൻ്റ് ചെയ്യും. അപ്പോൾ എന്തായി ഔട്ട്പുട്ടിൽ എന്താണ് 12 പ്രിൻ്റ് ചെയ്യും. ഇതാണ് ഇതിനെ പ്രീ ഇൻക്രിമെൻറ്റ് പോസ്റ്റ് ഇൻക്രിമെൻ്റ് എന്ന് പറയും. അതായത് പ്രീ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം A എഴുതും, എന്നിട്ട് ഇൻക്രിമെൻ്റ് ആവും. പ്രീ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ++A, അതായത് ആദ്യം ഇൻക്രിമെൻ്റ് ചെയ്തിട്ടാണ് എന്താണ് A പ്രിൻ്റ് ചെയ്യണത്. പോസ്റ്റ് ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം A എഴുതും, എന്നിട്ടാണ് എന്താണ് ഇൻക്രിമെൻ്റ് ആവുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെയാണ് മൈനസ്, അതായത് ഡിക്രിമെൻറ്റ്. അതായത് A++ എന്ന് പറയുമ്പോൾ എന്താണ്, അല്ല A- എന്ന് പറയുമ്പോൾ ആദ്യം A പ്രിൻ്റ് ചെയ്തിട്ട് എന്താണ് A എന്ന് പറഞ്ഞാൽ എന്താണ് ഒരെണ്ണം മൈനസ് ആവും. അടുത്തത് -A എന്ന് പറയുമ്പോൾ ആദ്യം മൈനസ് ആയിട്ട് എന്താണ് A പ്രിൻ്റ് ചെയ്യും. ഇതാണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, പ്രീ ഇൻക്രിമെൻറ്റ്, പോസ്റ്റ് ഇൻക്രിമെൻറ്റ്, പ്രീ ഡിക്രിമെൻറ്റ്, പോസ്റ്റ് ഡിക്രിമെൻറ്റ്. പ്രീ എന്ന് പറഞ്ഞാൽ ആദ്യം ++ ആയിട്ട്, അതായത് ആദ്യം ഇവിടെ എന്താണ് ++ ആയിട്ട് പിന്നെ എഴുതും. പോസ്റ്റ് ഇൻക്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം എഴുതിയിട്ട് എന്താണ് ++ ആവും. ഇതാണ് എന്താണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് അർത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷൻ, അതൊക്കെ നമുക്ക് എന്താണ് അടുത്തടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ താങ്ക്സ്.